വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ നമ്മുടെ റിവിഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ നോക്കി. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ടോപ്പിക്ക് ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യത്തേതാണല്ലോ, എല്ലാ തവണയും പഠിക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിതിനെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം നമ്മുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഉടനീളം വരുന്ന ഒന്നാണ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ വരാറുണ്ട്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണറിൽ വരാറുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളോട് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ക്വസ്റ്റ്യനിലൊന്നും പറയാത്ത പക്ഷം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ചെയ്തു. ആ സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് സൂപ്പർ ഈസിയാണ്. കാരണം അവിടെ എന്താ, നമുക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. കേശു രത്നമ്മ പാർട്ട്നേഴ്സ് ആണ്. 80,000 ആൻഡ് 50,000 ആണ് അവരുടെ ക്യാപിറ്റൽസ് വരുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. നമ്മുടെ +2 ബാച്ചിലേക്കും അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. +1 ഇംപ്രൂവ്മെൻറ്റ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് 199 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഫോർ 199 നിങ്ങൾക്ക് എക്സാം വരെ ആ വീഡിയോസ് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഫുൾ ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും 199 രൂപയ്ക്ക്. അതുപോലെ തന്നെ അതിലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ്ങും എല്ലാം ഉണ്ടാകും. എല്ലാം നിങ്ങൾ വെറും 199 രൂപ പേ ചെയ്താൽ ഇത്തവണത്തെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സാകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. +2 ക്ലാസ് വേണ്ടവർ ഹായ് +2 എന്ന് മെസ്സേജ് ചെയ്യുക. +1 ഇംപ്രൂവ്മെൻറ്റ് വേണ്ടവർ ഹായ് +1 ഇംപ്രൂവ്മെൻറ്റ് എന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. കേശുവിന് പെർ ആനം ഒരു വർഷത്തിൽ 5,000 രൂപ സാലറി കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആണ്. ഡ്രോയിങ്സ് 5,000 4,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 325 275 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16,000 ആണ്. നമ്മളോട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ജേർണൽ എൻട്രി ഒക്കെ വെച്ചിട്ട് ഒരു ബേസ് ഇല്ലാതെ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് വരും. അപ്പോൾ അതിനിങ്ങനെ ഓർത്താൽ മതി. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 2 സൈഡ് ഉണ്ടല്ലോ. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ +1 തൊട്ടേ പഠിച്ചിട്ടുണ്ട്. എന്താ ക്രെഡിറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കൂടുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കുറയുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വിച്ച് മീൻസ് പാർട്ട്നേഴ്സിന് കിട്ടുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ആ പേരും വെച്ചിട്ട്. അവരുടെ എമൗണ്ടിനെ കുറയ്ക്കുന്ന തോന്നുന്നതെല്ലാം കുറയുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ എഴുതാം. ക്യാപിറ്റൽ കൂടുന്നതാണ്, അതായത് അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് കൂടും അല്ലേ. പിന്നെ എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർക്ക് കിട്ടുന്നതാ, സാലറി അവർക്ക് കിട്ടുന്നതാണ്, കമ്മീഷൻ അവർക്ക് കിട്ടുന്നതാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അവർക്ക് കിട്ടുന്നതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഷെയർ, അതിൽ പ്രോഫിറ്റിന്റെ ഷെയർ അവർക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. കിട്ടുന്നതൊക്കെ, കുറയുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. എന്തൊക്കെയാ ക്യാപിറ്റലിനെ കുറയ്ക്കുന്നത്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറയ്ക്കുന്നതാണ്. പിന്നെ ലോസിന്റെ ഷെയർ. ഈ 3 കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുള്ളൂ. ദെൻ ഇത് ബാലൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് 80,000 അതുപോലെ തന്നെ 50,000 എഴുതണം. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 80,000 നമ്മൾ 50,000 എഴുതി. കാരണം ക്യാപിറ്റലിനെ കൂട്ടുന്നതാണ്. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ അവിടെ എഴുതണം. പക്ഷേ അഡീഷണൽ ക്യാപിറ്റൽ ഇതിലില്ല. പിന്നെ എന്താ ഉള്ളത്, സാലറി 5,000 കിട്ടുന്നതാണല്ലോ, കേശുവിനാണ് കിട്ടുന്നത്. സോ കേശുവിൻ്റെ കോളത്തിൽ നമ്മൾ 5,000 സാലറി എഴുതി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6%. 50,000ൻ്റെ 6%, 6%, 80,000ൻ്റെ 6%, 6/100. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4,800ഉം 3,000ഉം കിട്ടും. അതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കിട്ടുന്നതായതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. പിന്നെ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 16,000. ഈ പ്രോഫിറ്റ് ഇവരുടെ 2 പേരെയും കൂടി ചേർത്തിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് വേണം അവരവരുടെ അക്കൗണ്ടിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 16,000ന് 3:2 റേഷ്യോയിൽ വീതിക്കാം. 3:2 എന്ന് വെച്ചാൽ 3 + 2 എത്രയാണ്? 5. അപ്പോൾ 3/5 2/5 ഇതാണ് അതിൻ്റെ ഫ്രാക്ഷൻ. അപ്പോൾ 16,000 ×
3/5 ചെയ്താൽ കേശുവിൻ്റെ പ്രോഫിറ്റ് കിട്ടും. 16,000 ഇൻറ്റു 2/5 ചെയ്താൽ രത്നമ്മയുടെ പ്രോഫിറ്റ് കിട്ടും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 9,600ഉം 6,400ഉം കിട്ടും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? എന്നിട്ട് ഈ പ്രോഫിറ്റൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമല്ലോ, അത് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 9,600ഉം 6,400ഉം നമ്മൾ അവിടെ എഴുതി. ഇനി പിന്നെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ വേറെ ഉള്ളത്? ക്വസ്റ്റ്യനിൽ വേറെ തന്നിട്ടുള്ള ഡ്രോയിങ്സ് 5,000ഉം 4,000ഉം തന്നിട്ടുണ്ട്. അത് അവർ ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 5,000ഉം 4,000ഉം എഴുതി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് 325ഉം 275ഉം, അതും അവരെ ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ എഴുതി 325 275. ഇനി എന്ത് ചെയ്യുക? അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കാം, ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കാം. വലുത് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതാം. വലുത് രണ്ട് സൈഡിലും ഇവിടെ ഈ കേസിൽ 99,400 59,400 ആണ്. അത് രണ്ട് സൈഡിലും എഴുതി. ദെൻ കുറവ് ഇവിടെ ആയിരുന്നുകൊണ്ട് കുറവുള്ളത് ഇത്രയും അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ 94,075 എന്നും 55,125 എന്നും നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് കിട്ടും. അതാണ് ബാലൻസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ സാധാരണ ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.